2015 മികച്ച 10 സിനിമകൾ. കോഴിക്കോട് മുക്കം എന്ന ഗ്രാമത്തിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തിയ കഥ സിനിമയാക്കിയത് RS വിമലായിരുന്നു. എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ കാഞ്ചനമാലയെ പ്രണയിച്ച് പ്രണയത്തിന്റെ തീവ്രഭാവത്തിന് പവിത്രമായൊരു പരിധി വെച്ച സിനിമ പൃഥ്വിരാജ് മികച്ചതാക്കി. 2015 ശരിക്കും പൃഥ്വിരാജിന്റേതായിരുന്നു. അമർ അക്ബർ അന്തോണിയിലും മികച്ച കൂട്ടുകെട്ടിന്റെ കഥ പറഞ്ഞപ്പോൾ മിന്നിത്തിളങ്ങിയത് പൃഥ്വിരാജ് തന്നെ. അനാർക്കലിയും പ്രണയം തന്നെയായിരുന്നു വിഷയം. മുഖംമൂടിയില്ലാത്ത സ്നേഹത്തിന്റെ പ്രതീകങ്ങളായി പൃഥ്വിരാജും നായികയും നിറഞ്ഞാടിയപ്പോൾ അനാർക്കലിയും ഹിറ്റ് ചാർട്ടിലെത്തി. പത്തേമാരിയാണ് 2015 കൂടുതൽ ചർച്ചാവിഷയമായ സിനിമ. ഗൾഫുകാരുടെ ജീവിതം പച്ചയായി വരച്ചു കാട്ടിയ സിനിമ ദേശീയ ശ്രദ്ധ വരെ ആകർഷിച്ചു. സലീം അഹമ്മദായിരുന്നു സംവിധായകൻ. എന്നും എപ്പോഴും വലിയ നിലവാരം പുലർത്തിയില്ലെങ്കിലും സത്യൻ അന്തിക്കാട് മഞ്ജു വാര്യരെയും മോഹൻലാലിനെയും ജോഡികളാക്കിയതുകൊണ്ട് തിയേറ്ററുകളിൽ കുറച്ചു ദിവസം പടം കളിച്ചു. അടികപ്പ്യാരെ കൂട്ടമണി യുവാക്കളുടെ ഹരമായി മാറിയ ചിത്രമായിരുന്നു. 2015 ധ്യാൻ ശ്രീനിവാസൻ മികച്ച അഭിനയം കാഴ്ചവെച്ച് ചിത്രം ഹിറ്റാക്കി. ദുൽഖറിന്റെ ചാർലിയും മികച്ച നിലവാരം പുലർത്തി ടോപ്പ് 10-ൽ ഇടം പിടിച്ചു. യുവാക്കൾക്ക് പുറമെ കുടുംബങ്ങൾ ഒന്നടങ്കം ഏറ്റെടുത്ത് വൻ ഹിറ്റാക്കിയ ചിത്രമാണ് പ്രേമം. നിവിൻ പോളിയും 3 നായികമാരും കേരളത്തിന്റെ ട്രെൻഡായി മാറി. സുധി വാത്മീകം വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ചിത്രമായി മാറി. ജയസൂര്യയ്ക്ക് ദേശീയ പുരസ്കാര ജൂറിയുടെ പ്രത്യേക പരാമർശം വരെ ലഭിച്ചു. 2 കൺട്രീസും ജനപ്രിയ നായകൻ ദിലീപിന്റെ ചിത്രമായതുകൊണ്ട് തന്നെ ആരാധകരേറ്റെടുത്ത് വിജയിപ്പിച്ചു. ഏറ്റവും മികച്ച 10 സിനിമകൾ 2015 തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ഹിറ്റ് ചിത്രങ്ങളിലും നായകനായത് പൃഥ്വിരാജായിരുന്നു. 2016 മികച്ച ഒട്ടനവധി സിനിമകളുണ്ടാവട്ടെയെന്നും സിനിമാ മേഖല കുതിച്ചു ചാടി ഒത്തിരി ഉയരങ്ങളിൽ എത്തട്ടെയെന്നും ആശംസിച്ചുകൊണ്ട് ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.